ഹായ്, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. ഇത് ഞാൻ നിങ്ങൾക്ക് അസൈൻമെന്റ് ആയിട്ട് തരുന്നൊരു ക്വസ്റ്റ്യനാണ്. കാരണം ഇതൊരു ഡിഫറെന്റ് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ. നമ്മൾ സാധാരണഗതിയിൽ നിങ്ങളാരും കണ്ടിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. എങ്കിലും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത ക്ലാസ്സിൽ ഞാൻ ഇതിന്റെ ആൻസർ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. കാരണം ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്താൽ കിട്ടുമോ നോക്കണമല്ലോ. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: 3 men and 4 women can do a piece of work in 12 days. 5 women and 7 children can do a piece of work in 8 days. In how many days 9 men, 22 women and 14 children can do the same work? ഇവിടെ എന്താ വ്യത്യാസം? നമ്മൾ ശരിക്കും ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാണല്ലോ എന്നൊക്കെ തോന്നും. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ചെയ്യുമ്പം ഇതിനകത്ത് ആദ്യം പറയുന്നത് 3 men plus 4 women ഒരു 12 days കൊണ്ട് ഒരു വർക്ക് തീർക്കുന്നു എന്നാണ് പറയുന്നത്. ശ്രദ്ധിക്കുക, മെന്നും വുമണും ആണ് ഇവിടെ തന്നത്. രണ്ടാമത്തെ കേസിൽ എന്താ പറയുന്നത്? 5 women plus 7 children ഒരു 8 days കൊണ്ടെന്നാണ്. നമ്മളിങ്ങനെ കോമൺ എടുത്ത് വെട്ടിക്കളയുന്ന കാര്യങ്ങളിലൊക്കെ എന്ന് വെച്ചാൽ രണ്ടിടത്ത് കോമൺ ആകുമ്പോഴല്ലേ വർക്ക് നമ്മൾ വെട്ടിക്കളയുന്നത്. പക്ഷെ എന്താണ് ഇവിടെ പറയുന്നത്? ഇവിടെ മെന്നും വുമനുമാണ്, ഇവിടെ വുമനും ചിൽഡ്രനുമാണ്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് രണ്ടിടത്ത് മെന്നും വുമണും ആയിരുന്നെങ്കിൽ നമുക്ക് അതിന്റെ റേഷ്യോ എടുത്ത് മെന്നീസ് വുമണൊക്കെ എടുത്ത് ആ വാല്യൊക്കെ വെച്ച് ചെയ്യാറുണ്ട്. പക്ഷെ ഇവിടെ എന്താണ്? ഒരിടത്ത് മെന്നും വുമണും ഒരിടത്ത് വുമണും ചിൽഡ്രനും. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അതിനേക്കാളും വേറൊരു രീതിയിലാണ്, കോമഡിയാണ്. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? 9 മെന്നും 22 വിമനും 14 ചിൽഡ്രനും കൂടി ചേർന്ന് ആ ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് തീർക്കും? ഇവിടെ രണ്ടെണ്ണം, ഇവിടെ 3 തന്നിട്ടുണ്ട്. എങ്കിൽ അവർ എത്ര ദിവസം കൊണ്ട് വർക്ക് ചെയ്താൽ വർക്ക് തീർക്കും? വർക്ക് നമുക്ക് കിട്ടുന്നത് ഡെസിമൽ ആയാലും ഫ്രാക്ഷൻ ആയാലും ഒന്നും കുഴപ്പമില്ല. പക്ഷേ ഇതിന് ആൻസർ കണ്ടുപിടിക്കണം എന്നുള്ളതാണല്ലോ പ്രശ്നം. എങ്ങനെ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും? നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ ഇപ്പം നിങ്ങൾ ഒരു ഏകദേശം ഒരുവിധം എല്ലാ ടൈപ്പ് ടൈം അവർ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിയും. ഇനി കുറച്ച് റിവിഷൻ പോലെ കുറച്ച് ക്വസ്റ്റ്യനുകളേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റണം. ഇത്രയും നേരം ചെയ്തു വെച്ച്, കാരണം നിങ്ങൾക്ക് എക്സാമിനായാലും കറക്റ്റ് ഇവിടെ പഠിപ്പിച്ച അതേ ക്വസ്റ്റ്യൻ തന്നെ വരണമെന്നില്ല. അതിനകത്ത് 1-2 ഇതാണ് അങ്ങനെ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്താലും സ്വന്തമായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്ക്. നിങ്ങൾ ഉറപ്പായിട്ട് ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് തെറ്റിപ്പൊക്കോട്ടെ, കുഴപ്പമില്ല. ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ചെയ്യാതിരിക്കരുത്. നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഇത്രയും ഒരു ഐഡിയ ഉണ്ടല്ലോ, ആ ഒരു ഐഡിയ വെച്ച് മാക്സിമം ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമെന്ന് ശ്രമിക്കും. ഞാൻ ഉറപ്പായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമുക്ക് ഇന്ന് വേറെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ പരിചയപ്പെടാം. ഇത് നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക, ചെയ്യാൻ ശ്രമിക്കുക. റഫ് പേപ്പറിലെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇതിന്റെ ആൻസർ കിട്ടണം. കാരണം എക്സാമിന് ഇതുപോലത്തെ ക്വസ്റ്റ്യനൊക്കെ ഉറപ്പായിട്ട് ചോദിക്കും. അപ്പൊ അയ്യോ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് അറിയത്തില്ലല്ലോ എന്ന് വിചാരിക്കരുത്. കാരണം കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് ഞാൻ അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് ഇന്ന് ചെയ്യാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. എന്താണ് ക്വസ്റ്റ്യൻ? ഇതായിരുന്നു: 2 men and 7 children can complete a work in 14 days, while 3 men and 8 children can complete the same work in 11 days. In how many days 8 men and 6 children take to complete 3 times of the work? ഇവിടെ എന്താണ് വ്യത്യാസം? പെട്ടെന്ന് കാണുമ്പോൾ കൊള്ളാലോ എന്ന് പറയും. പക്ഷെ ഇവിടെ ലാസ്റ്റ് എന്താണ്? എന്തൊരു 3 times of that work എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. ഇനി ബാക്കി മുകളിൽ കൊടുത്തേക്കുന്ന ഇവിടെ എന്താണ്? മെന്നും ചിൽഡ്രനും ആണ്. ബാക്കി എല്ലായിടത്തും മെന്നും ചിൽഡ്രനും. അവിടെ ഒന്നും കുഴപ്പമില്ല. നിങ്ങൾക്ക് 1/, മെത്തേഡിൽ 7x14 എടുത്ത് വേണമെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ സാധാ പറയുന്ന കണക്ക് ഞാൻ പറയുന്നത് എന്താ, കാൽക്കുലേഷൻ കുറച്ച് കുറവുള്ളതുകൊണ്ടാണ് ഞാൻ ഈ റേഷ്യോ എടുത്ത് M1D1 അതാണ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പം. അതുകൊണ്ട് ആ മെത്തേഡ് പറയുന്നേ ഉള്ളൂ. സമയം കളയാൻ വേണ്ടി 2 മെത്തേഡോട് ഞാൻ എപ്പോഴും പറയുന്നില്ല. എന്തായിരുന്നു? ഈ 7x14 എടുത്താൽ ഒരാളെ വർക്ക് കിട്ടും. ആ രീതി ചെയ്താലും മതി. അപ്പം അതല്ലെങ്കിൽ നമ്മൾ എന്താ എടുക്കുന്നത്? 7 children plus 2 men എത്ര ദിവസം കൊണ്ട് വർക്ക് തീർക്കും? 14 days കൊണ്ട് വർക്ക് തീർക്കുമായിരുന്നു. അതേ വർക്ക് തന്നെയാണ് ആര് തീർക്കുന്നത്? 3 മെന്നും 8 ചിൽഡ്രനും കൂടി ചേർന്ന് ഒരു 11 days കൊണ്ട് തീർക്കുന്നത്. ഇവിടെ കോമൺ ആയിട്ട് ആരും ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? മൾട്ടിപ്പിൾ ചെയ്ത് തന്നെ വെക്കണം. അപ്പൊ എത്ര? 40 into 7 എത്രയാ? 40 into 7 74 28 7 plus 2 98 children plus 40 into 2 28 men is equal to 11 to 3 33 men plus 88 ചിൽഡ്രൻ. നമ്മൾ മെന്നിനെയൊക്കെ ഒരു സൈഡിലും ചിൽഡ്രനെയൊക്കെ ഒരു സൈഡിലേക്കും കൊണ്ടുവരുന്നു. അപ്പൊ എത്രയാ? 28 men 33 men എത്ര കിട്ടും? 5 men കിട്ടും. ചിൽഡ്രൻ ആകുമ്പോഴോ 98 ചിൽഡ്രൻ മൈനസ് 88 ചിൽഡ്രൻ 10 ചിൽഡ്രൻ ഉണ്ട്. അതായത് മെൻ ഇസിക്കൽ 2 ചിൽഡ്രൻ. ഇതാണ് ആവശ്യം. നമുക്ക് മെന്നും ചിൽഡ്രനും നമ്മളെ റേഷ്യോ കിട്ടി. അതായത് 2 ചിൽഡ്രന് വരെ നമുക്ക് എന്തെടുക്കാം? ഒരു മെന്നിന് എടുക്കാം. അങ്ങനെ എടുക്കുകയാണെങ്കിൽ മെന്നിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ കിട്ടും 2 men പ്ലസ് ഈ 7 ചിൽഡ്രൻ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മെന്നിന് ചിൽഡ്രൻ തിരിച്ചെടുത്താലും കുഴപ്പമില്ല. ഒരു മെന്ന് വരെ നമുക്ക് 2 ചിൽഡ്രൻ എടുക്കാം. കാരണം എന്താ? ഇവിടെ 7 ചിൽഡ്രൻ വന്നുകൊണ്ട് അതിന്റെ 3.5 men എന്നൊക്കെ എടുക്കേണ്ടി വരും. അതല്ലെങ്കിൽ ഇവിടെ ആകുമ്പോഴും 3 men എന്നുള്ളത് കൺവേർട്ട് ചെയ്യുമ്പോൾ വ്യത്യാസം വരും. അപ്പൊ നമുക്ക് ഏതാണ് എളുപ്പം അതിലേക്ക് ഒന്നിൽ ആ ഇക്വേഷൻ ഇട്ട് കൊടുത്താലും മതി. അവിടെ എന്തായിരുന്നു? 14 ചിൽഡ്രൻ എന്നുള്ളത് അല്ല 14 അല്ലോ 8 ചിൽഡ്രൻ എന്നുള്ളത് 4 ചിൽഡ്രൻ 4 men ആക്കി എടുത്താലും മതി. ഏത് രീതി എടുത്താലും കിട്ടും. ഇതിപ്പോ ചിൽഡ്രൻ ആയിട്ട് എടുത്താൽ മെന്നിന് വരെ 2 ചിൽഡ്രൻ എടുത്തു. അപ്പൊ 2 men വരെ നമുക്ക് എഴുതാം 4 ചിൽഡ്രൻ എഴുതാം. അപ്പൊ 4 children plus 7 children എത്ര കിട്ടും? 11 children 14 days വർക്ക് തീർക്കുമായിരുന്നു.
നമ്മളിപ്പോൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്? ചിൽഡ്രനിലേക്ക് കൺവേർട്ട് ചെയ്തത്. അപ്പൊ ആൻസർ വരേണ്ടതും ചിൽഡ്രനിലേക്ക് ആയിരിക്കണം. 8 men വരെ നമുക്ക് എന്ത് എഴുതാം? 16 ചിൽഡ്രൻ എഴുതാം. അപ്പൊ 16 ചിൽഡ്രൻ പ്ലസ് 6 ചിൽഡ്രൻ 22 ചിൽഡ്രൻ. 22 ചിൽഡ്രൻ എത്ര ദിവസം കൊണ്ട് വർക്ക് തീർക്കും എന്നുള്ളതിലെ എത്ര ദിവസം കൊണ്ടല്ല 3 times ഓഫ് ദാറ്റ് വർക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇൻറ്റു 3 times വേണമെന്ന് ഞാൻ തക്കാലം ഇത് എടുക്കുന്നില്ല. നമുക്ക് ഇത് ചെയ്താൽ എന്ത് കിട്ടും? സാധാരണ രീതിയിൽ ആ ഒരു വർക്ക് ചെയ്താൽ എത്ര കിട്ടും നോക്കാം. എത്ര കിട്ടും? 11 × 14/22. അതായത് 14/2 7 കിട്ടും. സാധാരണ രീതിയിൽ ആ ഒരു വർക്ക് ചെയ്യാൻ 7 days എടുക്കും. സാധാ 1 time എടുത്തു കഴിഞ്ഞാൽ 7 days എടുക്കും. ഇപ്പൊ എത്രയാ? 3 times ഓഫ് ദാറ്റ് വർക്ക് അല്ലേ? ആ ഒരു വർക്ക് ഒരു തവണ ചെയ്താൽ 7 ദിവസം എടുക്കുമെങ്കിൽ അതിന്റെ 3 തവണ ആ വർക്ക് ചെയ്താൽ എത്ര കിട്ടും? 7 × 3 21 days എടുക്കും ആ വർക്ക്. അല്ല നമ്മൾ ഇക്വേഷനകത്ത് ഇത് എഴുതിയൊന്നും വേണ്ട. ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, ന്യൂമറേറ്ററിൽ 3 ഇട്ട് കൊടുത്താലും മതി. പക്ഷെ അല്ല, നമുക്ക് മനസ്സിലാവുന്ന രീതി ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടൈം വർക്ക് ചെയ്യാൻ അവർക്ക് എത്ര ദിവസം എടുക്കും? 7 days എടുക്കുമെങ്കിൽ 3 times ഓഫ് ദാറ്റ് വർക്ക് ആ വർക്ക് 3 തവണ ചെയ്യണം. അപ്പോൾ ഒരു തവണ ചെയ്യണമെങ്കിൽ 7 ദിവസമാണെങ്കിൽ 3 തവണയാണെങ്കിൽ 7 × 3 days 21 days എടുക്കും. അങ്ങനെ ചെയ്താലും മതി. ഇനി ഇവിടെ ഞാൻ പറഞ്ഞ കാര്യം, ഇവിടെ ഞാൻ ചിൽഡ്രനിലേക്കല്ല മാറ്റിയത്, ഇത് മെന്നിലേക്ക് മാറ്റിയാലും ചെയ്യാം. അത് ഈ ഇക്വേഷൻ ഇടണമെന്നില്ല. രണ്ടാമത്തെ ഇക്വേഷൻ ഇട്ടെന്നിരിക്കട്ടെ. രണ്ടാമത്തെ ഇക്വേഷൻ എന്താ? 3 men 8 children അല്ലേ? അപ്പൊ മെന്നിലേക്ക് മാറ്റും. ഇവിടെ ഇട്ടാൽ കുഴപ്പമില്ലല്ലോ. അപ്പൊ ആൾറെഡി 3 men ഉണ്ട്. പ്ലസ് ഈ 8 children ഞാൻ മെന്നാക്കി മാറ്റി. 8 children മെന്നാക്കി എത്ര കിട്ടും? അതിന്റെ പകുതി എടുത്താൽ മതി. 4 men. 3 men plus 4 men. 8 children വരെ 4 men എഴുതാമല്ലോ. അപ്പൊ അവർ എത്ര ദിവസം വർക്ക് തീർക്കും? കംപ്ലീറ്റ് വർക്ക് ഇൻ 11 days. അപ്പൊ ഇതായിരുന്നു ടോട്ടൽ വർക്ക്. എത്രയായിരുന്നു? 7 men 11 days വർക്ക് തീർക്കുമായിരുന്നു. അതേ വർക്ക് തീർക്കാൻ ആരാ വരുന്നത്? 8 men 6 children. അപ്പൊ ഈ 6 children വരെ നമുക്ക് എന്ത് എഴുതാം? 3 men എന്ന് എഴുതാം. 8 + 3 എത്രയാ? 11 men. അത് 8 men plus 3 men. 11 men എത്ര ദിവസം വർക്ക് കിട്ടും? ഓക്കെ, 11 11 ക്യാൻസൽ ആയിപ്പോയി. അവിടെയും നമുക്ക് ആൻസർ എത്ര കിട്ടും? 7 തന്നെ ആൻസർ കിട്ടും. നമ്പർ ഓഫ് ഡേയ്സ് അല്ലേ വേണ്ടത്? ഡേയ്സ് നമുക്ക് എത്ര കിട്ടും? 7 തന്നെ കിട്ടും. കാരണം എന്താ? 7 × 11/11 അല്ലേ ആൻസർ വരുന്നത്. അപ്പൊ നമ്പർ ഓഫ് ഡേയ്സ് എത്ര കിട്ടും? 11 11 ക്യാൻസൽ ആയിപ്പോയിട്ട് 7 D2 7 കിട്ടും. അതിന്റെ 3 times 7 × 3 എത്ര കിട്ടും? 21 days കിട്ടും. അപ്പൊ ആ രീതി ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു ആൻസർ കിട്ടും. ഇതിപ്പം മെന്നിലെടുത്ത് ചെയ്താലും മതി, ചിൽഡ്രനെടുത്ത് ചെയ്താലും മതി. നമുക്ക് എളുപ്പമാണ് ഏതാണോ ആ രീതിയിൽ ചെയ്താൽ മതി. ഇനി ഈ 3 times വർക്ക് നിങ്ങൾ കാണാതെ പോരുത്. കാരണം ഈ 7 എന്ന് പറഞ്ഞ ആൻസർ ഓപ്ഷനിൽ കാണും. അതുകൊണ്ട് 3 times വർക്ക് നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ല. നമ്മൾ ചടപടേന്ന് ചെയ്തു പോകും. ആദ്യം കണ്ടെങ്കിൽ അവസാനം എടുത്ത് ചെയ്യാനൊക്കെ മറന്നു. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ അവസാനം വരുന്ന കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൂടെ ശ്രദ്ധ വെച്ചേക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ? എന്താണ് ഇവിടെ പറയുന്നത് നോക്കാം. 2 men, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ സാധാരണ ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. 2 men or 4 women or 5 children can complete a piece of work in 38 days. എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? 2 men 38 days കൊണ്ട് വർക്ക് തീർക്കും, അല്ലെങ്കിൽ 4 women 30 days കൊണ്ട് വർക്ക് തീർക്കും, അല്ലെങ്കിൽ 5 children 30 days കൊണ്ട് വർക്ക് തീർക്കും. അല്ല, ഇവരെല്ലാം സമ്മല്ല. ഒന്നുകിൽ 2 men വർക്ക് ചെയ്താൽ 38 days കൊണ്ട് വർക്ക് തീർക്കുമായിരുന്നു, അല്ലെങ്കിൽ 4 women വർക്ക് ചെയ്താൽ 38 days കൊണ്ട് വർക്ക് തീർക്കുമായിരുന്നു, അല്ലെങ്കിൽ 5 children വർക്ക് ചെയ്താൽ 38 days കൊണ്ട് വർക്ക് തീർക്കുമായിരുന്നു. എങ്കിൽ ഒരു മെന്നാണ് വർക്ക് ചെയ്യുന്നത്, എത്ര ദിവസം വർക്ക് തീർക്കും? 38 × 2 ടൈംസ് എടുക്കും. അതായത് ഒരു മെന്ന വർക്ക് ചെയ്യുന്നെങ്കിൽ 72 days എടുക്കുക വർക്ക് തീർക്കാൻ. എങ്കിൽ എഫിഷ്യൻസി ഓഫ് എ മെൻ, അതായത് ഒരു മെൻ ഒരു ദിവസം എത്ര വർക്ക് തീർക്കും? ആ ടോട്ടൽ ടൈമിന്റെ റെസിപ്രോക്കൽ, അതായത് ഒരു മെന്നെ ഉള്ളെങ്കിൽ 72 days എടുക്കും വർക്ക് തീർക്കാൻ. എങ്കിൽ ഒരു മെൻ ഒരു ദിവസം കൊണ്ട് എത്ര വർക്ക് തീർക്കും? 1/72 വർക്ക് തീർക്കും. ആ ഒരു കൺസെപ്റ്റ് നമുക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ എഫിഷ്യൻസി ഓഫ് മെൻ എന്ന് വെച്ചാൽ എത്രയാ? 1/38 × 2 ആണ്. ഇനി എഫിഷ്യൻസി ഓഫ് വുമൺ ആണെങ്കിലോ 1/38 എന്ത് വരും? 4 വരും. ഞാനിത് മൾട്ടിപ്ലൈ ചെയ്യാത്തതിന്റെ കാര്യം, നമുക്ക് ഡിവിഷൻ വരുമ്പോൾ അതൊക്കെ ക്യാൻസൽ ആയി പോകും. ഇതിങ്ങനെ എന്നിട്ട് ചെയ്താലും മതി. എഫിഷ്യൻസി ഓഫ് ചിൽഡ്രൻ വെച്ചാൽ 1/38 × 5 ആയിരിക്കും. ഇത് നമുക്ക് ഒരു മെന്നിന്റെ കാര്യം അറിയാം, ഒരു വുമന്റെ കാര്യം അറിയാം, ഒരു ചിൽഡ്രന്റെ കാര്യം അറിയാം. ഇപ്പൊ അവരുടെ എല്ലാം എഫിഷ്യൻസി കിട്ടി. ഇനി ക്വസ്റ്റിനിലേക്ക് നോക്കുന്നു. ഒരു മെന്നും ഒരു വുമണും ഒരു ചിൽഡ്രനും കൂടി ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ എത്ര ദിവസം കൊണ്ട് വർക്ക് തീർക്കാം? ഇവിടെ ആൻഡിലെ വന്നേക്കുന്ന എ മെൻ എ വുമൺ ആൻഡ് എ ചിൽഡ്രൻ. നേരത്തെ ഓർ ആയിരുന്നു. ഓറൻസ് ഇൻഡിപെൻഡന്റ്. ആൻഡ് എന്ന് വെച്ചാൽ അവരെല്ലാം കൂടി ഒരുമിച്ച്. അപ്പൊ ഇവരെല്ലാം കൂടി ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എത്രയായിരിക്കും? 1/38 × 2 പ്ലസ് 1/38 × 4 പ്ലസ് 1/38 × 5. ഇങ്ങനെയല്ലേ കിട്ടുന്നത്? ഇവരെല്ലാവരും കൂടി ചേർന്ന് എത്ര ദിവസം വർക്ക് ചെയ്താൽ ആ വർക്ക് തീരും എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. എക്സിന്റെ വാല്യൂ കിട്ടിയ ആൻസർ ആയി. വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടത്തില്ലേ? ഇവിടെ എല്ലാം 38 കോമൺ അല്ലേ? ഞാൻ ഈ 38 വെളിയിലെടുത്തു. ബാക്കി എത്ര ഉണ്ട്? 2 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്. അതിനുവേണ്ടി അതിനോട് മൾട്ടിപ്പിൾ ചെയ്യുന്നത്, അല്ലെ വലിയ ആൻസർ കിട്ടും. അപ്പം 2, 4, 5ന്റെ ആവറേജ് എത്രയാ? അല്ലെങ്കിൽ എൽസിഎം എത്രയാ? 20 കിട്ടും. 20 ആണെങ്കിൽ 2നെ 20 ആക്കാൻ കൊണ്ട് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ 4നെ ആണെങ്കിൽ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 5നെ ആണെങ്കിൽ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം വെളിയിൽ എന്തുണ്ട്? x/38 കിടപ്പുണ്ട്.
അപ്പൊ ഇത് സോൾവ് ചെയ്ത് കിട്ടും 15 + 4 19/20 അല്ല 10 15 19/20 ഇവിടെ x/38 is equal to 1. ഈ 19ഉം ഈ 38ഉം പറ്റി എത്ര കിട്ടും 2 കിട്ടും. അപ്പം x/40 is equal to 1. അപ്പൊ എക്സിന്റെ കാര്യം എത്ര കിട്ടും 40 days കിട്ടും. ഇതാണ് സാധാരണ ഇതിൽ നമുക്ക് കിട്ടുന്ന മെത്തേഡ്. പക്ഷേ ഇതിന് ആൻസർ കിട്ടി. ഇവര് 1 men 1 woman 1 children വർക്ക് ചെയ്ത് എത്ര ദിവസം വർക്ക് തീർക്കും 40 days വർക്ക് തീർക്കും. പക്ഷേ ഈ ഒരു മെത്തേഡ് 1 by മെത്തേഡ് ഒക്കെ അറിയാം, ഇങ്ങനെയൊക്കെ ചെയ്യാനും അറിയാം. ഒരു എക്സാമിന് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇതാണ് ഇതിന്റെ മെത്തേഡ്. പക്ഷെ എങ്കിലും ഒരു എളുപ്പ വഴി കൂടി ഉണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ. അതും കൂടി ഞാൻ പറയാം. പക്ഷെ അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കി തന്നെ പഠിക്കണം. കാരണം ഒരു എക്സാമിന് നമ്മൾ പോകുമ്പോൾ ഏത് മെത്തേഡ് ചെയ്തെന്നല്ല നമ്മൾ നോക്കേണ്ടത്, ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതല്ലേ നോക്കേണ്ടത്. അപ്പൊ ഈ ഓറ് വരുന്ന ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഈ ഓറ് വരുന്ന ക്വസ്റ്റ്യൻ എവിടെ കണ്ടാലും ഞാൻ ഈ പറഞ്ഞ ഇക്വേഷൻ ഓർത്ത് വെച്ചേക്കും. ഞാൻ ഇങ്ങനെ ഒരു എളുപ്പ വഴി ആ ഇക്വേഷനായിട്ട് തന്നെ പറയാം. എക്സ് മെൻ ഓർ വൈ വിമൻ ഓർ ഇസഡ് ചിൽഡ്രൻ ഇൻ ഡി ഡേയ്സ്. ഇത് തന്നെയല്ലേ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇതുപോലെ വേറെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഈ ഇക്വേഷൻ ഓർക്കണം എന്ന് പറയാം. എക്സ് മെൻ വൈ വുമൺ ഇസഡ് ചിൽഡ്രൻ ഡി ഡേയ്സ് കൊണ്ട് വർക്ക് തീർത്തു. ഇനി പറയുന്നു അങ്ങനെയാണെങ്കിൽ 1 മെന്നും 1 വുമണും 1 ചിൽഡ്രനും കൂടി ആ ജോലി എപ്പോൾ തീർക്കും എന്നുള്ളതിലെ ചോദ്യം. 1 മെന്നും 1 വുമനും 1 ചിൽഡ്രനും കൂടി ആ ജോലി എപ്പോൾ തീർക്കും? അതെങ്ങനെയായിരിക്കും തീർക്കുക നോക്കാം. അപ്പൊ എന്ത് കിട്ടും? അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്കറിയാം എക്സ് മെൻ വൈ വിമൻ സെഡ് ചിൽഡ്രൻ ഇൻ ഡി ഡേയ്സ്. അവർ 1 മെന്നും 1 വുമണും 1 ചിൽഡ്രനും കൂടി ആണെങ്കിൽ അവരുടെ ടൈം എന്ന് പറയുന്നത് വേറെ ഒന്നും ആലോചിക്കേണ്ട, ഇതിന്റെ ഈ തന്നിരിക്കുന്ന നമ്പേഴ്സ് അല്ലെങ്കിൽ എക്സ് വൈ ഇസഡ് ഡി ഡേയ്സ് അതങ്ങ് മൾട്ടിപ്പിൾ ചെയ്യുക. എക്സ് ഇൻറ്റു വൈ ഇൻറ്റു സെഡ് ഇൻറ്റു ഡി അങ്ങ് മൾട്ടിപ്പിൾ ചെയ്യുക ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ. എന്നിട്ട് ഇതിനെ എന്ത് ചെയ്യുക? ഈ ഡേയ്സിനെ എടുക്കണ്ട, ഇവരെ നമ്മൾ ആൾട്ടർനേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്പിൾ ചെയ്ത് ആഡ് ചെയ്യുക. നമ്മൾ പണ്ട് ചെയ്തിട്ടുണ്ട്. അതായത് എക്സ് വൈ പ്ലസ് വൈ ഇസഡ് പ്ലസ് എക്സ് ഇസഡ്. ഈ ഒരു ഇക്വേഷൻ അങ്ങ് ഓർത്തിരിക്കുക. ഇതെല്ലാം ഞാൻ എളുപ്പ വഴികളാണ് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്കിത് ആദ്യം കാണുമ്പോൾ കുറച്ച് ഡൗട്ട് പോലെ തോന്നും. പക്ഷേ ഇതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ അത്ര എളുപ്പമാണ്. ഇതുപോലത്തെ ഏത് ക്വസ്റ്റ്യൻ കണ്ടാലും ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാം. നേരത്തെ ചെയ്താൽ നമുക്ക് അത്രയും സ്റ്റെപ്പ് ഒന്നും ചെയ്യണ്ട. ഈ ഒരു കാര്യം ഓർത്തിരുന്നാൽ മതി. 1-2 തവണ നിങ്ങൾ ഈ മെത്തേഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തറവായിക്കോളും. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എക്സ് വൈ ഇസഡ് ഡി ഡിവൈഡ് ബൈ എക്സ് വൈ പ്ലസ് വൈ ഇസഡ് പ്ലസ് എക്സ് ഇസഡ്. ഇവിടെ എക്സിന്റെ വാല്യൂ എന്തായിരുന്നു? 2 men ഇൻറ്റു 4 women ഇൻറ്റു 5 children ഇൻറ്റു 38 days ഡിവൈഡ് ബൈ എക്സ് വൈ 2 into 4 8 പ്ലസ് വൈ ഇസഡ് 5 into 4 20 പ്ലസ് എക്സ് ഇസഡ് 5 into 2 10. ആൻസർ ആയി. ഇതങ്ങ് സോൾവ് ചെയ്താൽ മതി. ഇവിടെ 20 പ്ലസ് 10 30 പ്ലസ് 8 ഇത് മൊത്തം കൂടെ കൂട്ടിയാൽ 38 കിട്ടും. ആ 38 ഈ 38 ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ട്? 4 into 5 20 into 2 40. ആൻസർ നമുക്ക് അത്രയും നേരത്തെ കിട്ടിയത് 40 days എന്നല്ലേ നമുക്ക് നേരത്തെ കിട്ടിയത്. അവർ 3 പേരും കൂടി ഒരുമിച്ച് ഓരോ ആൾക്കാർ വീതം വർക്ക് ചെയ്താൽ എത്ര ദിവസം കൊണ്ട് വർക്ക് തീർക്കും? ഒരു 40 days കൊണ്ട് വർക്ക് തീർക്കും. വളരെ സിമ്പിൾ ആണ് ഈ ഇക്വേഷൻ. അത്ര എളുപ്പമാണ്. കാരണം നേരത്തെ നമ്മൾ എത്രയോ സ്റ്റെപ്പൊക്കെ വെച്ചിട്ട് 1 by മെത്തേഡിലൊക്കെ വെച്ചാണ് ചെയ്തത്. പക്ഷെ ഇവിടെ ഈ ഒരൊറ്റ ഇക്വേഷൻ ഓർത്താൽ മതി. എക്സ് മെൻ വൈ വുമൻ സെഡ് ചിൽഡ്രൻ ഡി ഡേയ്സ് കൊണ്ടാണ് വർക്ക് തീർക്കുന്നതെങ്കിൽ അവർ ഓരോരുത്തരും കൂടി അല്ലെങ്കിൽ 1 മെന്നും 1 വുമനും 1 ചിൽഡ്രനും കൂടി ചേർന്ന് ചെയ്യുന്ന ടൈം എന്താണെന്ന് വെച്ചാൽ എക്സ് വൈ ഇസഡ് ഡി ഡിവൈഡ് ബൈ എക്സ് വൈ പ്ലസ് വൈ ഇസഡ് പ്ലസ് എക്സ് ഇസഡ് ആയിരിക്കും. വളരെ സിമ്പിൾ ആയിട്ട് കിട്ടും. ഇതേ കാര്യം തന്നെ എക്സ് മെൻ ഓർ വൈ വുമൺ ഡി ഡേയ്സ്, പിന്നെ വേറെ x2 വുമൺ y2 വുമൺ വേറെ ഡേയ്സ് ഒക്കെ ആണെങ്കിലും ഇതേപോലെ ഇക്വേഷൻ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഞാൻ വരും ക്ലാസ്സുകളിൽ പറഞ്ഞു തരാം. കാരണം വെച്ചാൽ അത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻസ് ഉണ്ട്. അതൊന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് വീണ്ടും കാണാം. ശരിയെങ്കിൽ.